ഹായ്, ഹലോ ഗൈസ്. ഇവിടെ ഭയങ്കര എക്കോ ഉണ്ട്. പക്ഷേ ഈ വ്ലോഗ് ഞാൻ ഇങ്ങനെ എടുക്കുക, കാര്യം മൈക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഈ ഒരു വ്ലോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഫോർ മൈ മെമ്മറി. ഈ വീട് വിട്ട്, ഇതൊരു സത്യം പറഞ്ഞാൽ എനിക്കൊരു വീടാണ്. ഈ വീട്ടിലെ അവസാനത്തെ ദിവസമാണ്, ലാസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയാം. കാര്യം ഞാൻ വെക്കേറ്റ് ചെയ്യുകയാണ്. ഇതൊരു ഹോസ്റ്റലാണോ എന്ന് ചോദിച്ചാൽ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റലല്ല, ഇതെനിക്കൊരു സെക്കൻഡ് ഹോമായിരുന്നു. ആ സെക്കൻഡ് ഹോം ഞാൻ എന്നേക്കുമായി ഉപേക്ഷിക്കുകയാണ്. അതിൻ്റെ കോഴ്സ് കഴിഞ്ഞു. ഞാൻ മറ്റേ ഷോർട്സിലൊക്കെ പറയുന്ന പോലെ വൈവേ ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് നാളെ കഴിയും. അപ്പം നാളെ ഏപ്രിൽ 13 ഞാൻ വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം ഏകദേശം നിങ്ങൾക്കറിയാം, ഇവിടെ ഇതെല്ലാം ഒതുക്കി, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം എനിക്ക് വേണ്ട അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രമേ ഞാനിവിടെ വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഒതുക്കി. ഇതെൻ്റെ കിച്ചണാണ്. ഞാൻ കിച്ചണിലുള്ള സാധനമെല്ലാം കയറ്റി വെച്ച വീഡിയോ ഒക്കെ കണ്ടവരുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. അപ്പം ജസ്റ്റ് നിങ്ങളെ ഈ റൂം കാണിച്ച് തരാം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ലോഗ് എടുക്കുന്നത്. ഞാൻ കുറേ നാളെ ഈ വ്ലോഗൊക്കെ ചെയ്തിട്ട്, സോ അതിൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ, ഇതായിരുന്നു ഞാൻ കിടന്നുകൊണ്ടിരുന്നതിൻ്റെ സ്ഥലം. ഇതവിടെ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുവാണ്. അത് എനിക്ക് ആവശ്യമില്ലാത്ത തുണികളാണ്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ നാളെ ഇടാനുള്ള ഷൂവ്, പിന്നെ തേപ്പ് പൊട്ടി, പിന്നെ ഈ 2 ബാഗിലാക്കി നാളെ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കിടക്ക ഞാൻ എടുക്കുന്നില്ല. ഇത് 5 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിച്ച കിടക്കയാണ് കേസ്. അതിൻ്റേതായിട്ടുള്ള ഫോൾട്ടുകളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഒരു നല്ലൊരു അലമാരി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതും അതിനകത്ത് താഴെ ഉണ്ടായിരുന്ന തുണിയൊക്കെ ഞാൻ എടുത്തു. അതിനകത്ത് ഇനി തുണിയൊന്നുമില്ല, കണ്ടോ, ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് അല്ലറ ചില്ലറ ഡ്രസ്സുകളുണ്ട്. അത് ഇപ്പം നാളെ ഇടാനുള്ള ഷർട്ട്, 2 ഷർട്ടുണ്ട്. ഏതെങ്കിലും എനിക്കൊരു ഇത് കോൺഫിഡൻസ് തോന്നിയൊരു ഷർട്ട് ഞാൻ എടുത്തിടും. അങ്ങനെ ഒക്കെയാണ് ഇരിക്കുന്നത്. ഇതാണ് പുറത്തോട്ടുള്ള വഴി, മീൻസ് വാതിൽ. ആ വാതിൽ തുറന്നു വരുമ്പോൾ ഈ റൂമാണ്. ഈ റൂമിൽ ഇവിടെ ഞാൻ ലാപ്പും കാര്യങ്ങളെല്ലാം വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്ന് അതെല്ലാം എടുത്ത് മാറ്റി. ഇത് നാളെ കോളേജിൽ കൊടുക്കേണ്ട കുറച്ച് സാധനങ്ങൾ. പിന്നെ എനിക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ബുക്സ് ബാക്കി വന്നു, അത് കൊടുക്കണം. പിന്നെ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബാൽക്കണിയാണ്. ഒറ്റ ഷോട്ടിൽ മൊത്തം എടുക്കാമല്ലേ. ഇതായിരുന്നു. ഇവിടെ നല്ല കാറ്റുണ്ട് ഗൈസ്. റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഉന്മേഷമാണ്. ഇങ്ങനെ നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതുണ്ട്, നല്ല ടെറസാണ്. ഇവിടെയൊക്കെ എത്രയോ വട്ടം വന്നിരുന്നതാണ് ഗൈസ്. ഇവിടെയല്ല ഇപ്പം കുറച്ച് വേസ്റ്റും കാര്യങ്ങളും, ഇതെൻ്റെ അല്ല. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതിനില്ല, ഒള്ളി 1 ഡേ കൂടി. ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്കതൊരു ഇതെത്രമാത്രം ഇതാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ 2 കൊല്ലമായിട്ട് എനിക്ക് എൻ്റെ സ്വന്തമായിരുന്നു. പുറത്താണ് ബാത്റൂം വരുന്നത്. ബാത്റൂം അടുക്കളയുടെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ബാത്റൂം. ഈ ഒരു റൂമിൻ്റെ കഥ എനിക്ക് പറയാനുണ്ട്. ഈ റൂം എനിക്ക് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ ഞാനിവിടെ വന്നിട്ട് കണ്ടതും എനിക്ക് കമ്പനി ചെയ്തു, അങ്ങനെ കുറേ ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഈ റൂം മാത്രമല്ല, ഇവിടെ ഈ ഒരു LLB ലൈഫ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അവരുടെയൊക്കെ ഹെൽപ്പ് കൊണ്ടാണ്. പറ്റുന്നത്ര ആൾക്കാർ ഈ വ്ലോഗിൽ കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കാണിക്കാൻ പറ്റത്തില്ല, എല്ലാവരും ഇവിടെയൊന്നും ഇല്ല, കൂടുതൽ ആൾക്കാരും. ഞാൻ ഈ റൂമിൽ ആദ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ LLBക്ക് ജോയിൻ ചെയ്ത് ഇവിടെ 1 മാസം കഴിഞ്ഞപ്പം ഇവിടെ എൻ്റെ ഒരു സീനിയേഴ്സ് താമസിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവരുടെ റൂമിലേക്ക് എൻ്റെ ഹോസ്റ്റലിലുണ്ടായിരുന്ന സീനിയേഴ്സ് വരുമ്പം അവരുടെ കൂടെ വന്നാണ് ഞാനിവിടെ തുടങ്ങിയത്. ജോസിൻ ചേട്ടൻ, രാഹുൽ ചേട്ടൻ, അവരൊക്കെയാണ് ഇവിടെ താമസിച്ചത്. അപ്പോൾ ഈ റൂമിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും ആഘോഷമായിരുന്നു ഈ റൂമിൽ. അപ്പം
അങ്ങനെ എനിക്ക് ഈ റൂമിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഈ റൂമിലായിരിക്കുന്നു ഞാൻ കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഇത് എടുക്കാം എന്നൊരു നിലയിലേക്കായി. അപ്പോഴാണ് ഞാൻ പൂവാറ് താമസിക്കാൻ വേണ്ടി പോയത്. അതിന് ശേഷം 1 വർഷത്തോളം അവിടെ താമസിച്ചു. എന്നപ്പോൾ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞപ്പം എഗ്രിമെൻ്റ് എല്ലാം കഴിഞ്ഞ ടൈമിലായപ്പോഴത്തേനും ഞാൻ ഇങ്ങോട്ട് തന്നെ ഇത് ചോദിച്ചെടുത്തു. അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ ഇപ്പോൾ ഒരു 2.5 കൊല്ലം താമസിച്ചു. ഐ എം സാറ്റിസ്ഫൈഡ്. ആൻഡ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ ടച്ച് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓക്കെ ആണ്. ബട്ട് സ്റ്റിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ ആയിരിക്കും എനിക്ക് ഇതിൻ്റെ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മെയിൻലി എനിക്ക് മിസ്സിങ് ഒന്നുമില്ല. ഓക്കെ, വീട്ടിലേക്ക് പോവുകയാണ്, കോഴ്സ് കഴിഞ്ഞു, ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. ആ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. മേ ബി ഇതിനെ അഫക്റ്റ് ചെയ്യുമായിരിക്കും, അഫക്റ്റ് ചെയ്യാതിരിക്കുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഈ ഒരു വ്ളോഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് താമസിച്ചത് ഈ ഒരു 2.5 കൊല്ലം. ഈ ഒരു 2.5 കൊല്ലം എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ ഒരു ചുവരുകൾക്ക് അറിയത്തില്ലാത്ത ഒരു രഹസ്യവും എൻ്റെ ലൈഫിലില്ല എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. കാര്യം ഞാൻ ഇവിടെ എൻ്റെ ഇമോഷൻസ്, എൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മേ ബി ഈ ഒരു സ്പേസ് ഇല്ലായിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ചോളം അതെന്നെ ഭയങ്കരമായിട്ട് മെൻ്റലി ഒരു ഡിസ്റ്റർബ് ചെയ്തേനെ. ഈ സ്പേസാണ് എനിക്കൊരു എന്ത് ചെയ്യാനുള്ളൊരു വില്ലിങ് ആക്കി തന്നത് ഈ ഒരു സ്പേസാണ്. അത് എപ്പോഴും ഞാൻ എടുത്തു പറയും. ഞാൻ എപ്പോഴും ഓർത്തിരിക്കും.